ഹായ് ഓൾ ദിശ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു പോർഷൻ ഞാൻ എടുത്തിരിക്കുന്നത് CGLകാർക്കും എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു പോർഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക് പോളിസീസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അപ്പൊ നമുക്ക് രണ്ടിടത്ത് അത്യാവശ്യമായിട്ട് വരുന്നു. പൊളിറ്റിയുടെ സെക്ഷനിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ ബ്രിട്ടീഷ് റൂളിന്റെ ആ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ആ പോർഷൻ, ഹിസ്റ്ററിയിൽ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പോർഷനിലും നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് ചെയ്തും പഠിക്കാം. രണ്ടിടത്തും ആവശ്യമായിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം എന്താ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയുണ്ട്? എല്ലാരും നന്നായിട്ട് പഠിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു. CGL ഒക്കെ കിട്ടാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ലെവലും റേഞ്ചും ഒക്കെ ഒരുപാട് വലുതാണ്. നമ്മൾ അതിന്റെ കൂട്ടത്തിലാണ് പഠിക്കുന്നത്. നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അത് എന്താണ് പ്രിപ്പയർ ചെയ്ത് ഈ വർഷം തന്നെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക് പോളിസീസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അപ്പോ ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിൽ, ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് എന്നാണ് ഒരു ഇവിടേക്ക് കച്ചവടത്തിനായിട്ട് വരുന്ന ഒരു കമ്പനിയാണ് ശരിക്കും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അല്ലെ? നമ്മുടെ അടുത്തേക്ക് അവരെന്തിനാ വരുന്നത്? യുദ്ധം ചെയ്ത് ഇവിടെ കീഴടക്കിയ ആൾക്കാരാണോ? അല്ല. അവരിവിടെ എന്തിനു വരുന്നതാണ്? കച്ചവടത്തിനായിട്ട് വരുന്ന ഒരു കമ്പനി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോ എന്താണ് 1599 സമയത്തൊക്കെ ഫോം ചെയ്ത്, ഓക്കെ, അതിനുശേഷം 1600 അത് എന്താണ് കറക്റ്റ് ആയിട്ട് ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞു. പയ്യെ അവർ പല സ്ഥലങ്ങളിലേക്ക് ട്രേഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവർ ഇന്ത്യയിലേക്കും ട്രേഡിന് വേണ്ടിയിട്ട് എത്തുന്നത്. ഇന്ത്യയിലേക്ക് അതിനു മുമ്പ് തന്നെ മറ്റു ചില യൂറോപ്യൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരൊക്കെ അതിന് മുമ്പേ നമുക്കിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എന്താണ് അബണ്ടന്റ് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു? പയ്യെ ഇവിടെ എന്താണ് അവരുടെ കച്ചവടം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് യൂറോപ്യൻസിനെ ഒക്കെ ഓടിച്ചു കളയുന്നു. പയ്യെ ഇവർ ഇവിടുത്തെ ഏറ്റവും വലിയ കച്ചവട ശക്തിയായി മാറുന്നു. അതിനുശേഷം അവരെന്താണ് ഇവിടെ ഉള്ള രാജാക്കന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കുവാണെന്നൊക്കെ മനസ്സിലായതിനു ശേഷം പയ്യെ അവർ നമ്മുടെ പൊളിറ്റിക്കൽ അഫയേഴ്സിലേക്ക് കടക്കുന്നു. പയ്യെ പയ്യെ അവർ അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുന്നു. അങ്ങനെ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവർ നമ്മളെ കീഴടക്കിയത്, അല്ലെ? അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കുറെ പട്ടാളക്കാരെയും കൊണ്ട് വന്ന് ഇവിടെ യുദ്ധം ചെയ്തല്ല അവർ കീഴടക്കിയത്. സോ നമുക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നത് കമ്പനി റൂളാണ്. കമ്പനി റൂൾ എന്ന് വെച്ചാൽ എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇവിടെ ഭരിക്കുന്നത്. അതിൽ നമ്മുടെ ബ്രിട്ടീഷ് ക്രൗണിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ഓക്കെ, ബ്രിട്ടീഷ് ക്രൗൺ എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രം ബ്രിട്ടൻ, അല്ലെ? ബ്രിട്ടനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോ ബ്രിട്ടനിലെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു ഡയറക്റ്റ് റിലേഷൻ നമ്മുടെ എവിടെ ഇല്ല? ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല, ഇന്ത്യയിലെ ജനങ്ങൾക്കില്ലായിരുന്നു. അതുവരെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്, അല്ലെ? 1757 നമുക്ക് ഇവിടെ ഒരു മ്യൂട്ടണി ഉണ്ടാവും. ശിപായി ലഹള എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂട്ടണി എന്നൊക്കെ വിളിക്കുന്ന, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? 1858 ഒരു പ്രൊക്ലമേഷൻ വരുന്നുണ്ട്. ക്വീൻസ് പ്രൊക്ലമേഷൻ എന്നാണ് അതിന് വിളിക്കുന്നത്, രാജ്ഞിയുടെ വിളംബരം. അതോടുകൂടിയാണ് ഇവർ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഇനി മുതൽ ഇവിടെ കമ്പനി ഭരണമല്ല, ബ്രിട്ടീഷ് രാജ്ഞി, ബ്രിട്ടീഷ് ക്രൗണിന്റെ ഡയറക്റ്റ് അണ്ടറിലാണ് നമ്മൾ ആവുന്നത്, അല്ലെ? അതിനുശേഷമാണ് നമ്മൾ ഡയറക്റ്റ് എന്ത് ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിലാവുന്നത്. അതുവരെ ഇവിടെ ഭരിച്ചതാരാ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസും അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിലുള്ള ചില നിയമങ്ങളും ചില അമെന്റ്മെന്റുകളുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. ഒന്നാമത്തത് ഫേസ് 1 കമ്പനി റൂൾ എന്ന് നമ്മൾ വിളിക്കും, അല്ലെ? ഒന്നാമത്തെ നമ്മൾ വിളിക്കുന്നത് ഫേസ് 1 ആണ്. അത് 1857 വരെയുള്ള പോർഷൻ. 57 കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവിടെ എന്താണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പലയിടത്ത് പല ലഹളകൾ നടക്കുകയും അത് അടിച്ചമർത്തുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതിനുശേഷം
അതിനുശേഷം 1858 ഇവിടെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ക്വീൻസ് പ്രൊക്ലമേഷൻ വരുന്നത്. ക്വീൻസ് പ്രൊക്ലമേഷന് ശേഷമാണ് ഇവിടെ എന്താകുന്നത്, ക്രൗൺ റൂൾ വരുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഇവിടെ ഭരിക്കുന്നത്, ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇവിടെ ഭരിക്കുന്നത് അല്ലെ. അപ്പൊ കമ്പനി റൂൾ എന്നും ക്രൗൺ റൂൾ എന്നും നമ്മൾ രണ്ടായിട്ട് തിരിച്ചാണ് എന്ത് പഠിക്കുന്നത്, ഈ പറയുന്ന ആക്ടുകളും അമെന്റ്മെന്റുകളും പഠിക്കുന്നത്. ഇനി കമ്പനി റൂൾ എന്ന് പറയുമ്പോൾ ഇനി എല്ലാം കമ്പനി ഇന്ത്യക്കാർക്ക് നേരെ ഇമ്പോസ് ചെയ്ത റൂൾസ് ആണോ? ഇല്ല. ഞാൻ ഇവിടെ കൂടുതലായിട്ടും പറയാനായിട്ട് പോകുന്നത്, ഈ ക്രൗൺ ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്പനീനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ ഇന്ത്യക്കാരെ കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കൂടെ കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ അതാണ് കുറച്ച് നോക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് കമ്പനി റൂൾസ് അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത റൂൾസ് എന്ന് പറയുന്നത്, കമ്പനീനെ ഇവരെങ്ങനെയൊക്കെയാണ് ഒന്ന് വരുതിയിലാക്കാൻ നോക്കിയപ്പോ ബ്രിട്ടീഷ് ക്രൗൺ അവിടെ നിന്ന് നോക്കിയപ്പോ, അല്ലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടെ നോക്കിയപ്പോ ഇവരിവിടെ സ്വന്തമായിട്ട് രാജ്യവും രാജപദവിയും ഒക്കെ അങ്ങ് നേടുവാണല്ലോ. അപ്പൊ അത് വേണ്ട, എല്ലാം അങ്ങനെ അങ്ങ് തോന്നിയ കണക്ക് വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് റൂൾസ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രിട്ടീഷ് ക്രൗൺ ആരെ കൺട്രോൾ ചെയ്യാൻ, കമ്പനീനെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയും. 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയും. ഓക്കെ, ഈ റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഫസ്റ്റ് ആക്ട്, കമ്പനീനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. ഈ പോർഷൻ നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ, ഈ ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ, ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്തൊക്കെ ആക്ടുകൾ, അതുപോലെ തന്നെ അമെന്റ്മെന്റുകൾ, അതുപോലെ നമ്മൾ പല ആർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നൊക്കെ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന പല ഇതുപോലത്തെ ആക്ടുകളിൽ നിന്നൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ ആക്ടുകളും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോർഷനിൽ ഈ ഒരു ടോപ്പിക് കൂടി വരുന്നത്. അപ്പൊ ഇവിടെ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുമ്പോൾ അതിൽ വന്ന മേജർ ചേഞ്ചസ്, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസിൽ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. അതിലൊന്ന് ഗവർണർ ഓഫ് ബംഗാൾ, ബംഗാളിന്റെ ഗവർണറിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് മാറ്റി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് ആണ്, ഗവർണർ ഓഫ് ബംഗാൾ വാസ് ഡെസിഗ്നേറ്റഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതുപോലെ ആൻഡ് ഹി വാസ് നോമിനേറ്റഡ് ആസ് ഗവർണർ ജനറൽ ഫോർ ഓൾ ദ 3 പ്രസിഡൻസീസ്. അന്ന് മെയിൻ ആയിട്ട് 3 പ്രസിഡൻസീസ് ആണ് തിരിച്ചിരുന്നത് അല്ലെ, ബംഗാൾ, മദ്രാസ്, ബോംബെ. ഇതില് ബംഗാളിലും മദ്രാസിലും ബോംബെയിലും ഉണ്ടായിരുന്ന ഗവർണർമാർക്ക് തുല്യ അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. 1773 ഈ നിയമപ്രകാരം ബംഗാളിലെ ഗവർണറിനെ മദ്രാസ്, ബോംബെ ഗവർണർമാർക്ക് മുകളിലേക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു. ഗവർണർ ഓഫ് ബംഗാൾ വാസ് ഡെസിഗ്നേറ്റഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇനി അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് 4 മെമ്പേഴ്സ്. ഓക്കെ, നമ്മുടെ എന്താണ് ഗവർണർ ജനറലിനെ അഡ്മിനിസ്ട്രേഷനിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് 4 മെമ്പേഴ്സ് വാസ് ക്രിയേറ്റഡ്. 4 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ഗവർണർ ജനറലിനെ അഡ്മിനിസ്ട്രേഷന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന്റെ കൂടെ വന്നതാണ് 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ ഒരു സുപ്രീം കോർട്ട് നിർമ്മിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇന്നത്തെ സുപ്രീം കോടതിയുടെ പഴയ രൂപമല്ല അത്, പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി വന്നത് എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ 1774 എവിടെയെന്ന് ചോദിച്ചാൽ 1774 കൽക്കട്ടയിലാണ് വരുന്നത്. അതിനകത്ത് ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും അടങ്ങുന്ന ഒരു ബെഞ്ചായിരുന്നു. ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും അടങ്ങുന്ന ഒരു ബെഞ്ചായിരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആവുന്നത് സർ എലിജ ഇംബെ ആണ്. എലിജ ഇംബെ ആണെന്ന് പഠിക്കുക, എലിജ ഇംബെ. അപ്പൊ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്, എലിജ ഇംബെ. ഓക്കെ, അപ്പൊ 1774 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി വരുന്നത്. സർ എലിജ ഇംബെ ആയിരുന്നു അതിന്റെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. കൂടെ 3 ജഡ്ജിമാരും ഉണ്ടായിരുന്നു. ഏതിന്റെ ബേസിസിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി വന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്, നമ്മുടെ 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രകാരമാണ്. ഗവർണർ ഓഫ് ബംഗാൾ വാസ് ഡെസിഗ്നേറ്റഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതുപോലെ ഈ ഗവർണർ ജനറൽ ബംഗാൾ
മദ്രാസ്, ബോംബെ ഇതിന്റെ എല്ലാത്തിന്റെയും എന്താണ് 3 പ്രസിഡൻസീസിന്റെയും എന്താണ് ഗവർണർ ജനറൽ ആയിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. മദ്രാസിലെയും ബോംബെയിലെയും ഗവർണർമാരെക്കാളും ഒരു പടി മുന്നിലേക്ക് ഇദ്ദേഹത്തിന് അധികാരം കൊടുത്തു. ഓക്കെ, അതുപോലെ അടുത്ത ഒരു ഗവേണിംഗ് ബോഡി, കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗവേണിംഗ് ബോഡി എന്താണ് ഉണ്ടാക്കുന്നു. They had to report on revenue, civil and military affairs in India to British government. ഇന്ത്യയിലെ കമ്പനിയുടെ റവന്യൂ, സിവിൽ, മിലിറ്ററി അഫയേഴ്സ് എവിടെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, നിങ്ങളടുത്ത് ചോദിക്കും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഗവേണിംഗ് ബോഡി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഗവേണിംഗ് ബോഡി നിർമ്മിച്ചത് ഏത് ആക്ടിന്റെ ബേസിസിലാണെന്ന് ചോദിച്ചാൽ 1773 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയാം. നിങ്ങളുടെ ചോദിക്കുകയാണ് ആദ്യത്തെ സുപ്രീം കോടതി വന്നത് ഏത് ആക്ട് ബേസ് ചെയ്താണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ആദ്യത്തെ സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ടായിരുന്നു? ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജസും ആണ് ഉണ്ടായിരുന്നത്. എന്നാണ് വന്നത് ആദ്യത്തെ സുപ്രീം കോടതി? 1774. എവിടെയാണ്? കൽക്കട്ടയിലാണ് വന്നത്. ആദ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് സർ എലിജ ഇംബെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, ഗവർണർ ഓഫ് ബംഗാൾ വാസ് ഡെസിഗ്നേറ്റഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത് ഏത് ആക്ട് പ്രകാരമാണ് ചോദിക്കും? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഓക്കെ, ഓർത്തു വെച്ചേക്കാം. ഇനി ഇതിനെ അമെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ആക്ട് വരുന്നത് അമെൻഡിങ് ആക്ട് ഓഫ് 1781 അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781. 1781 ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആക്ടിലെ ചില പോരായ്മകൾ തീർത്തുകൊണ്ട് ഒരു അമെൻമെന്റ് വന്നു. ഓക്കെ, അപ്പൊ ലൂപ്പ് ഹോൾസ് 1773 ആക്ടിലെ കുറച്ച് ലൂപ്പ് ഹോൾസ് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 1781 ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വരുന്നത്. ഓക്കെ, ഇതിനെ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് വിളിക്കുന്ന ആക്ട് ഏതാന്ന് ചോദിക്കും? അമെൻഡിങ് ആക്ട് ഓഫ് 1781 ആണ്. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് വിളിക്കുന്ന ഏതാണ്? അമെൻഡിങ് ആക്ട് ഓഫ് 1781. അമെൻഡിങ് ആക്ട് ഓഫ് 1781 ആണ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവർണർ ജനറൽ, ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ആൻഡ് സെർവൻസ് ഓഫ് ദ കമ്പനി വെയർ എക്സംപ്റ്റഡ് ഫ്രം ദ ജുഡിസിഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് എന്നാണ് പറയുന്നത്. നമുക്കൊരു സുപ്രീം കോർട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സുപ്രീം കോർട്ടില് കമ്പനിയിൽ ഗവർണർ ജനറലും അതുപോലെ എക്സിക്യൂട്ടീവ് കൗൺസിലും ഇവരൊക്കെ ചെയ്യുന്ന തെറ്റുകളൊക്കെ ചെയ്യപ്പെടാമായിരുന്നു. അപ്പൊ ഈ അമെൻഡിങ് ആക്ട് പ്രകാരം ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഏതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി? സുപ്രീം കോർട്ടിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. നോർമലി പറയുവാണെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിന്റെ അധികാരങ്ങൾ കുറച്ച ഒരു ആക്ട് ആണ്. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ അമെൻഡിങ് ആക്ട് ഓഫ് 1781 എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയ ഒരു ആക്ട് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ സുപ്രീം കോർട്ട് ഹാഡ് ടു കൺസിഡർ റിലീജിയസ് ആൻഡ് സോഷ്യൽ കസ്റ്റംസ് ഓഫ് ഇന്ത്യൻസ് വൈൽ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ലോ. ഇനി ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് വരുവാണെങ്കിൽ അവിടെ ഇന്ത്യക്കാരുടെ റിലീജിയസ് സോഷ്യൽ കസ്റ്റംസ് കൺസിഡർ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ പ്രൊവിൻഷ്യൽ കോർട്ടിൽ നിന്ന് വരുന്നിട്ടുള്ള ആക്ട് ലെയ്ഡ് ഡൗൺ ദാറ്റ് ദ അപ്പീൽസ് ഫ്രം ദ കോർട്സ് provincial courts could be taken to the governor general in council and not to the supreme court. അപ്പോൾ പ്രൊവിൻഷ്യൽ കോർട്ടുകളിൽ നിന്ന് വരുന്ന അപ്പീലുകൾ ഡയറക്ട്ലി ഗവർണർ ജനറലിന്റെ അടുത്തേക്കാണ് പോകേണ്ടത്, സുപ്രീം കോർട്ടിന്റെ അടുത്തേക്ക് അല്ല പോകേണ്ടതെന്ന് ഏത് ആക്ട് പറഞ്ഞു? അമെൻഡിങ് ആക്ട് ഓഫ് 1781 പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇത് സുപ്രീം കോടതിയിലെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയ ഒരു ആക്ട് ആണ്. അമെൻഡിങ് ആക്ട് ഓഫ് 1781 എന്താ ഓർത്തിരിക്കണ്ടേ? അമെൻഡിങ് ആക്ട് ഓഫ് 1781. ഇത് നമ്മൾ എന്തെന്ന് വിളിക്കും? ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് വിളിക്കും അല്ലെ? നിങ്ങളുടെ ചോദിക്കും the act which was passed in order to rectify the loopholes in the regulating act of 1773 ഏതാണ്? amending act of 1781 അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക. അല്ലെങ്കിൽ ഗവർണർ ജനറലിന്റെയും എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെയും അതിന്റെ സെർവൻസിന്റെ ഒക്കെ എന്താ സെർവൻസിനെ ഒക്കെ നമ്മുടെ സുപ്രീം കോടതിയുടെ ജുഡിഷ്യലിൽ നിന്നും ഒഴിവാക്കിയ ആക്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ആക്ട് ഓഫ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ അമെൻഡിങ് ആക്ട് ഓഫ് 1781 ആണെന്ന് എഴുതിക്കോളൂ. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോർട്ടിൽ നിന്ന് വരുന്ന അപ്പീലുകൾ പോകേണ്ടത് സുപ്രീം കോടതിയിലേക്കല്ല ഗവർണർ ജനറലിന്റെ അടുത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞ ആക്ടും കൂടിയാണ് അമെൻഡിങ് ആക്ട് ഓഫ് 1781 എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി നമുക്ക് ഈ പറയുന്ന ആക്ടുകളും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് പഠിക്കണ്ടേ. അപ്പൊ SSC CGLന്റെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ്? ദിശയുടെ ലേണിംഗ് ആപ്പിലാണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. CGLുമായിട്ട് റിലേറ്റ് ചെയ്ത് ദിശയുടെ ലേണിംഗ് ആപ്പിൽ ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓഫ്ലൈൻ കോഴ്സും റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓഫ്ലൈൻ സെന്റേഴ്സുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം, ഓൺലൈൻ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഈ ലൈവ് റെക്കോർഡഡ് സെക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ലൈവിന്റെ റെക്കോർഡഡ് അവൈലബിൾ ആണ്. എല്ലാ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ബേസിക് ബാച്ച് ഉണ്ട്. ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ക്ലാസ് ഉണ്ട്. പിന്നെ മാത്സിന്റെ മെന്റൽ അബിലിറ്റിയിലെ എല്ലാം വളരെ എന്താണ് വൈഡ് സെക്ഷൻസ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ ആപ്പില് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ NTPCയുടെ ഒക്കെ സ്പെഷ്യൽ ബാച്ച് ഇപ്പോൾ ദിശ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി, നിങ്ങൾ ഇതുവരെ ചേർന്നില്ല NTPC ബാച്ച് എന്നൊക്കെ ആണെങ്കിൽ വിഷമിക്കേണ്ട. സ്പെഷ്യൽ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ദിശ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഫീസ് ഡീറ്റെയിൽസും ഒക്കെ അറിയാം. അതുപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ കോഴ്സസും ഉണ്ട്. 5ഓളം സെന്ററുകളാണ് ഓഫ്ലൈനിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കോഴ്സസ് എല്ലാം എന്താണ് മന്ത് വൈസ് പുതിയ പുതിയ ബാച്ചുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിന്റെ നടുവിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ദിശയുടെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ. NTPC, ഗ്രൂപ്പ് ഡി, SSC CGL എല്ലാത്തിനും ഉള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. CHSL CGL എല്ലാത്തിനും ഉള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി പഠിച്ചാലോ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇത് ഒരാളുടെ പേരാണ് കേട്ടോ. വില്യം പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് പറയുന്നത്. അപ്പൊ ഈ ആക്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഈ ആക്ടിന്റെ മെയിൻ കോസ് ഇതെന്താണ് മെയിൻ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് മെയ്ഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓഫ് കമ്പനി. കമ്പനിയുടെ കൊമേഴ്സ്യൽ ഫങ്ഷൻസും പൊളിറ്റിക്കൽ ഫങ്ഷൻസും രണ്ടാക്കിയ ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. നിങ്ങൾക്ക് ചോദിക്കും വിച്ച് ആക്ട് മെയ്ഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞ് ചോദിക്കും. അത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ എന്താണ് നേരത്തെ ഉള്ള ആക്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഫോം ചെയ്യാനായിട്ട് പറഞ്ഞു എന്ന് പഠിച്ചില്ലേ. അപ്പൊ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ ഇങ്ങനെ രണ്ട് സെക്ഷൻസ് ആയിട്ട് എന്ത് തിരിച്ചു, നമ്മുടെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനെ തിരിക്കുകയാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ ബോർഡ് ഓഫ് കൺട്രോൾ. എങ്ങനെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നും ബോർഡ് ഓഫ് കൺട്രോൾ എന്നും രണ്ടായിട്ട് തിരിച്ചു. ഇനി ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് എന്തിനാണ്? പൊളിറ്റിക്കൽ അഫയേഴ്സ്. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ബോർഡ് ഓഫ് കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാണ്? പൊളിറ്റിക്കൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതിനാണ്. ഇനി കൊമേഴ്സ്യൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് കൺട്രോള്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഒന്നും കൂടി ഓർത്തെ, ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. ബോർഡ് ഓഫ് കൺട്രോൾ എന്തിനാണ് ഫോം ചെയ്തത്? പൊളിറ്റിക്കൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതിന്. എന്തിന്റെ? നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോം ചെയ്യുന്നത്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ എങ്ങോട്ട് മാറ്റി? കൊമേഴ്സ്യൽ അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് മാറ്റി. അപ്പൊ ബോർഡ് ഓഫ് കൺട്രോള് പൊളിറ്റിക്കൽ അഫയേഴ്സും അതുപോലെ സിവിൽ മിലിറ്ററി സിസ്റ്റംസും ഒക്കെ അതുപോലെ ഗവൺമെന്റ് റവന്യൂസ് ഒക്കെ എന്താണ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ഒൺലി കൊമേഴ്സ്യൽ അഫയേഴ്സിലേക്ക് മാത്രം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ മാറ്റി. ഓക്കെ. അതിന്റെ കൂടെ സിസ്റ്റം ഓഫ് ഡ്യുവൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചോദിക്കും പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് ആദ്യമായിട്ട് സിസ്റ്റം ഓഫ് ഡ്യുവൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏത് ആക്ടിലാണ് സിസ്റ്റം ഓഫ് ഡ്യുവൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ടത് 1784 വന്ന ആക്ട് ആണ്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? കമ്പനിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ കൊമേഴ്സ്യൽ മാനേജ്മെന്റിന് മാത്രമായിട്ട് മാറ്റി. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് രണ്ടുമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യം. ഓക്കെ.
ഇനി അടുത്തത് പഠിക്കുന്നത് ആക്ട് ഓഫ് 1786 ആണ്. 1786 ഒരു ആക്ട് വരുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ലോർഡ് കോൺവാലിസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് 1786 അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ കോൺവാലിസ് പറയുന്നു എന്താണ്, എനിക്ക് കുറച്ച് ഡിമാൻഡുകളുണ്ട്, എന്നെ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഡിമാൻഡുകളുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്ട് ആണ് ആക്ട് ഓഫ് 1786. അപ്പൊ ലോർഡ് കോൺവാലിസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് വരുന്നു. അദ്ദേഹം കുറച്ച് ഡിമാൻഡ്സ് വെക്കുന്നുണ്ട്. ആ ഡിമാൻഡ്സ് ആണ് 1786 ആക്ട് ഓഫ് 1786 എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പോ എന്താ അദ്ദേഹം പറഞ്ഞത്, ഹി ഡിമാൻഡഡ് പവർ ടു സൂപ്പർസീഡ് ഡിസിഷൻ ഓഫ് ഹിസ് കൗൺസിൽ ആൻഡ് വുഡ് ഓപ്പറേറ്റ് ആസ് കമാൻഡർ ഇൻ ചീഫ്. ഇദ്ദേഹത്തെ ഉപദേശിക്കാനായിട്ട് കൗൺസിൽ ഉണ്ടല്ലോ, 4 പേരടങ്ങുന്ന ഒരു കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ കൗൺസിലിന്റെ ഡിസിഷൻസിനെ സൂപ്പർസീഡ് ചെയ്യാൻ, അതിനേക്കാൾ ഉപരി തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് അധികാരം കൊടുക്കണം. അദ്ദേഹത്തിന്റെ പോസ്റ്റ് കമാൻഡർ ഇൻ ചീഫ് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ് ആക്ട് ഓഫ് 1786 പറയുന്നത്. ആക്ട് ഓഫ് 1786 1773 ഒരു റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചായിരുന്നു അല്ലെ. റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനൊരു അമെന്റ്മെന്റ് പഠിച്ചു 1781. പിന്നെ 1784 നമ്മൾ എന്ത് പഠിച്ചു 1784 പിറ്റ്സിന്റെ ആക്ട് പഠിച്ചു. അടുത്തത് ആക്ട് ഓഫ് 1786 വീണ്ടും 2 വർഷത്തിന് ശേഷം ആക്ട് ഓഫ് 1786. അതെന്ന് പറയുന്നത് ലോർഡ് കോൺവാലിസിന്റെ കുറച്ച് എന്താണ് ഡിമാൻഡ്സ് ആണ്. അവരതിലൂടെ കൊണ്ടുവന്നത് എന്തൊക്കെയാണ്, ഈ പറയുന്ന കൗൺസിലിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കണം. അതുപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യും. ഈ കാര്യങ്ങളാണ് ആക്ട് ഓഫ് 1786 വന്നത്. ഓക്കെ, അടുത്തത് കുറെ ചാപ്റ്റർ ആക്ടുകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ പഠിക്കാനായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സെക്ഷൻ ഒരുപാട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സ്ട്രാ പോയിന്റുകളുണ്ട്, നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചേക്കണം നിങ്ങളുടെ നോട്ടിലൊക്കെ. നോട്ട് എഴുതുമ്പോൾ ആഡ് ചെയ്ത് വെച്ചേക്കണം. എനിക്ക് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഓരോ ആക്ടും ഓരോ ദിവസം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. എനിക്കറിയാം ഇനി പോയിന്റ്സ് വരാനുണ്ട്, എനിക്കറിയാം. ബട്ട് ബേസിക്കലി ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് പോയിന്റ്സ് എടുത്തുന്നേ ഉള്ളൂ. ഇനിയും എന്താണ് പോയിന്റ്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ വർക്കും കൂടി വേണം. ഞാൻ ഹാഫാണ്, ഹാഫ് നിങ്ങളും കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ ഈ നോട്ട് വേണം. നോട്ടിൽ എന്റെ നോട്ടിന് താഴെ കുറച്ച് സ്പേസ് ഇട്ടേക്കണം. എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1793. 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി കുറെ ചാർട്ടർ ആക്ടുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് ആദ്യത്തത് 1793. ഓക്കെ, അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാസ് ഗിവൺ മോർ പവർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് ആൻഡ് ട്രേഡ് മോണോപോളി ഓഫ് ദ കമ്പനി വാസ് എക്സ്റ്റെൻഡഡ് ഫോർ അനദർ 20 years. ഓക്കെ, ബംഗാളിലെ ഗവർണർ ജനറൽ കുറച്ചുകൂടി പവറുകളൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ഈ പറയുന്ന കമ്പനിക്ക് ഇവിടെ ട്രേഡ് മോണോപോളി ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ടത്. ഈ ചാർട്ടർ ആക്ടുകൾ ഇങ്ങനെ വരുന്തോറും ഈ കമ്പനിയുടെ അധികാരങ്ങളാണ് അല്ലെങ്കിൽ ട്രേഡ് മോണോപോളീസും ആണ് ഈ പറയുന്ന ചാർട്ടർ ആക്ടുകളിൽ കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ 20 വർഷവും കൂടെ ഇവിടുത്തെ ട്രേഡ് മോണോപോളി എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ട്രേഡ് ചെയ്യാനായിട്ട് മോണോപോളിയാണ്, കമ്പനിക്ക് മാത്രമേ പറ്റുള്ളൂ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് ഒരു 20 വർഷത്തിൽ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ആക്ട് ആണ് 70. അപ്പൊ അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത് നെക്സ്റ്റ് 20 years കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ. അപ്പൊ അതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1793 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. എന്താണ്, ട്രേഡ് മോണോപോളി ഓഫ് കമ്പനി വാസ് എക്സ്റ്റെൻഡഡ് ഫോർ അനദർ 20 years. അടുത്ത 20 വർഷത്തേക്കൂടി ട്രേഡ് മോണോപോളി എന്ത് ചെയ്ത് കൊടുത്തു, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ചാർട്ടർ ആക്ട് ഓഫ് 1793 പറയുന്നതാണ് എന്ത്, അനദർ 20 years കൂടി എന്ത് ചെയ്ത് കൊടുത്തു, ട്രേഡ് മോണോപോളി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് വേണം ബോർഡ് ഓഫ് കൺട്രോളിനും അതിന്റെ സ്റ്റാഫിനും എന്ത് ചെയ്യാൻ, പേ ചെയ്യാനായിട്ടെന്നുള്ളൊരു റൂൾ കൂടി കൊണ്ടുവന്നു. അപ്പൊ ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് കൺട്രോൾ അല്ലെ, നമ്മള് ഫിനാൻഷ്യൽ അഫയേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്ന ബോർഡ് ഓഫ് കൺട്രോൾ. അപ്പൊ ഈ ബോർഡ് ഓഫ് കൺട്രോളും അവരുടെ സ്റ്റാഫും ഒക്കെ ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് വേണം അതിന്റെ ശമ്പളം എടുക്കാനായിട്ടെന്നുള്ള റൂള് വന്നത് ചാർട്ടർ ആക്ട് 1793 ഓർത്തിരിക്കുക. അപ്പൊ ചാർട്ടർ ആക്ട് ഫസ്റ്റ് ചാർട്ടർ ആക്ട് വന്ന എന്നാന്ന് ചോദിച്ചാൽ എന്താണ്, 1793 ആണ്. ബോർഡ് ഓഫ് കൺട്രോൾ അതുപോലെ അവരുടെ സ്റ്റാഫും ഒക്കെ ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് തന്നെ പെയ്ഡ് എന്താണ് പൈസ എടുത്തോണം എന്ന് പറഞ്ഞ ആക്ട് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്, ചാർട്ടർ ആക്ട് 1793 ആണ്. അതുപോലെ ട്രേഡ് മോണോപോളി ആദ്യമായിട്ട് ഒരു 20 വർഷം കൊണ്ട് നീട്ടി കൊടുത്ത ആക്ട് ഏതാന്ന് ചോദിച്ചാലും
ഫസ്റ്റ് ചാർട്ടർ ആക്ട് ആണ്. അത് ഏതാണ്? ചാർട്ടർ ആക്ട് ഓഫ് 1793 ആണ്. അടുത്ത ചാർട്ടർ ആക്ട് ആണ് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത്. കറക്റ്റ് 20 വർഷം കഴിച്ചപ്പോ ചാർട്ടർ ആക്ട് ഓഫ് 1813 1813 ചാർട്ടർ ആക്ടിനെ പറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ദ ആക്ട് അബോളിഷ്ഡ് ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ആക്ട് വഴി എന്താണ്? ട്രേഡ് മോണോപ്പൊളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുത്തു കളഞ്ഞു. ഓക്കെ, അപ്പൊ അതുപോലെ ഈ ബ്രിട്ടീഷ് ക്രൗണിന് ഇന്ത്യ ആൻഡ് അസർട്ടഡ് സോവറിനിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ഓവർ കമ്പനീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എന്താണ് കമ്പനിയുടെ ടെറിട്ടറീസിൽ ബ്രിട്ടീഷ് ക്രൗണിന് പൂർണ്ണ അധികാരം കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ ഇറ്റ് പ്രൊവൈഡഡ് ഫോർ സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആൻഡ് പെർമിറ്റഡ് ക്രിസ്ത്യൻ മിഷണറീസ് ടു കം ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് ക്രിസ്ത്യൻ മിഷണറീസിനെ എത്തിക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് വന്ന ആക്ട് ഏതാന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ്. 1813 ആണ് കേട്ടോ, 1813 ആണ്. ഇനി ട്രേഡ് മോണോപ്പൊളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്ത ആക്ട് ഏതാന്ന് ചോദിച്ചാൽ 1813 ആക്ട് ആണ്. അതുപോലെ എന്താ, ലോക്കൽ ഗവൺമെന്റ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് തദ്ദേശ ഗവൺമെന്റ് അവര് ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട് അധികാരപ്പെടുത്തി. അതും ചാർട്ടർ ആക്ട് ഓഫ് 1830 ആണ്. ഇതാണ് ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ള. ഏതൊക്കെയാണ് ചാർട്ടർ ആക്ട് ഓഫ് 13 എന്തൊക്കെയാണ്? ട്രേഡ് മോണോപ്പൊളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് അബോളിഷ് ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ക്രൗണിന് കമ്പനി ടെറിട്ടറീസിലെല്ലാം പൂർണ്ണ അധികാരം കൊടുക്കുന്നു. അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മിഷണറീസിനെ ഇവിടെ വരാനായിട്ട് അധികാരം കൊടുക്കുന്നു. അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റ്സിന് ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. ഇത് മൂന്നുമാണ് 1813 ചാർട്ടർ ആക്ടിൽ ഞാൻ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1813. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത വരുന്നത് 1833 ചാർട്ടർ ആക്ട് ഓഫ് 1833 ഓക്കെ, അപ്പൊ ഈ ആക്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാസ് മെയ്ഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോ ഇന്ത്യയിലെ എന്താണ് ഗവർണർ ജനറൽ, ദ ആക്ട് മെയ്ഡ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വിത്ത് ആൾ സിവിൽ ആൻഡ് മിലിറ്ററി പവേഴ്സ്. ബംഗാളിൽ ഇപ്പൊ ഇരിക്കുന്ന ഗവർണർ ജനറൽ ആരാണോ അയാള് ഇനി തൊട്ട് ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്നറിയപ്പെടും. ഓക്കെ, അപ്പൊ ലോർഡ് വില്യം ബെന്റിക്കിനെ നിങ്ങൾക്ക് അറിയാമോ? ഏറ്റവും എന്താണ് ജനറസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഗവർണർ ജനറൽ ആണ് അല്ലെ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട, നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഒരുപാട് എന്താണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഗവർണർ ജനറൽ ലോർഡ് വില്യം ബെന്റിക്. സത്യനിരോധനവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കില്ലേ, ആ ലോർഡ് വില്യം ബെന്റിക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ് ഗിവൺ ആൾ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. നിയമങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ ലോസ് ദാറ്റ് വെയർ മെയ്ഡ് ബൈ ദിസ് ആക്ട് വെയർ നോൺ ആസ് ആക്ട് വേറസ് പ്രീവിയസ്ലി വെയർ നോൺ ആസ് റെഗുലേഷൻസ്. ഈ ആക്ടിന് ശേഷം വരുന്ന നിയമങ്ങളെയാണ് ആക്ട് എന്ന് വിളിച്ചത്. അതിന് മുമ്പത്തെ എല്ലാം റെഗുലേഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കൊമേഴ്സ്യൽ ബോഡി ആയിട്ടുള്ള ഈ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസും നിർത്തി. ഓക്കെ, ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്സ്യൽ ബോഡി വെയർ എൻഡഡ്. ഏത് ആക്ട് പ്രകാരം? 1833 ചാർട്ടർ ആക്ട് പ്രകാരം. അതുപോലെ ഇവർ 1833 ചാർട്ടർ ആക്ടിൽ തീരുമാനിക്കുന്നുണ്ട് കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവൻസ് was introduced in which Indians could also participate without any discrimination. ഇത് നടപ്പിലാവില്ല അപ്പോൾ എങ്കിലും ഇവിടെ സിവിൽ സർവന്റ് ആവാനുള്ള, സർക്കാർ ഉദ്യോഗത്തിലേക്ക് കയറാനായിട്ട് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്താൻ തീരുമാനിച്ചു. അതിൽ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? പരീക്ഷ എഴുതി പാസ്സായി സിവിൽ സർവന്റ് ആവാനായിട്ട് പറ്റും എന്നുള്ളൊരു കണ്ടീഷനിൽ 1833 അങ്ങനെ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു. പക്ഷെ ഇത് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ. അപ്പൊ 1833 ചാർട്ടർ ആക്ടിലാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാസ് മെയ്ഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അതുവഴി വന്ന ഫസ്റ്റ് ഗവർണർ ജനറൽ ആണ് ആര്? ലോർഡ് വില്യം ബെന്റിക്. ആരാണ്? ലോർഡ് വില്യം ബെന്റിക്. ലോർഡ് വില്യം ബെന്റിക്കിനെ പറ്റി നമ്മൾ എന്താ സതി നിരോധനം 1829 സതി നിരോധിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്ത നമ്മുടെ ഗവർണർ ജനറൽ ആണ് ലോർഡ് വില്യം ബെന്റിക്. ഏറ്റവും ജനറസ് ആയിട്ടുള്ള ഒരു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വൈസ് ജനറൽ ഗവർണർ ജനറൽ ഒക്കെ ആയിരുന്നു അല്ലെ. അതുപോലെ എന്താണ് ഈ ചാർട്ടർ ആക്ട് ഓഫ് 1833 ശേഷമാണ് ആക്ട് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അതിന് മുമ്പ് എല്ലാം റെഗുലേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് എല്ലാവിധ ലെജിസ്ലേറ്റീവ് പവേഴ്സും ഉണ്ടായിരുന്നു. ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് വെച്ചാൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ സിവിൽ സർവൻസിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്താൻ തീരുമാനിക്കുന്നു. അതിൽ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഇന്ത്യക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. ഇനി ഒരു ചാർട്ടർ ആക്ട് കൂടെ ഉണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം, ചാർട്ടർ ആക്ട് ഓഫ് 1853. ഓക്കെ,
വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയാണ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ഗവർണർ ജനറൽസ് കൗൺസിൽ വെയർ സെപ്പറേറ്റഡ്. നമുക്ക് ഓൾറെഡി നമുക്ക് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പോഴും നമ്മൾ ഗവൺമെന്റ്, ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ എന്താണ് ജുഡീഷ്യറി എന്ന് മൂന്നായിട്ട് തിരിച്ചില്ലേ. അതുപോലെ ഈ പറയുന്ന ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ഗവർണർ ജനറൽസ് കൗൺസിൽ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്താ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഗവർണർ ജനറൽസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നോൺ ആസ് ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു എന്താണ് മൂവാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു മൂവാണ്. ലെജിസ്ലേഷൻ മാത്രമായിട്ട് ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മുടെ പാർലമെന്റിന്റെ ഒക്കെ ഒരു അപ്പൂപ്പൻ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്യുവാണ്. അതുപോലെ 1854 മക്കാളെ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. എന്തിനാണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ കാര്യങ്ങൾ, റിക്രൂട്ട്മെന്റും സെലക്ഷൻ ഓഫ് സിവിൽ സർവീസ്. നേരത്തെ 1833 വന്നു, നടപ്പിലാക്കാൻ പറ്റിയില്ല. കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മെക്കാളെ കമ്മിറ്റി. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ഒക്കെ ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ആദ്യത്തെ കമ്മിറ്റി ഏതാന്ന് ചോദിക്കും. 1854 മെക്കാളെ കമ്മിറ്റിയാണ്. UPSCയുടെ ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്മിറ്റി അല്ല, അത് ലീഗ് കമ്മിറ്റിയാണ് കേട്ടോ. അത് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ എന്താണ് സിവിൽ സർവൻസിന്റെ സെലക്ഷനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്ന കമ്മിറ്റിയാണ് ലോർഡ് മെക്കാളെ കമ്മിറ്റി. എന്നാണ് 1854 കേട്ടോ, 1854. അതുപോലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നെന്ന് പറഞ്ഞില്ലേ, ഒരു സഭയാണ്. അതിലേക്ക് ലോക്കൽ റെപ്രസെന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലോക്കൽ ആളുകൾ, ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ലോക്കലായി എന്നുള്ള ആൾക്കാരെ കൂടി റെപ്രസെന്റേഷൻ അലോ ചെയ്തു. അതുപോലെ എന്താണ് അതിനായിട്ട് ലോക്കൽ റെപ്രസെന്റേഷൻ വന്നത് ബംഗാൾ, മദ്രാസ്, ആഗ്ര എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് എന്താണ് ഒരു 4 മെമ്പേഴ്സിനെ കൂടി അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഇവിടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസില് ബംഗാൾ, മദ്രാസ്, ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും 4 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. കാരണം ലോക്കൽ എന്താണ് റെപ്രസെന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്തൊക്കെയാണ് ചെയ്തത്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ഗവർണർ ജനറലിന്റെ കൗൺസിൽ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഒരു കൗൺസിൽ, ലെജിസ്ലേഷൻ മാത്രം സെപ്പറേറ്റ് ഒരു സഭ ഉണ്ടാക്കി. ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് അതിന്റെ പേര്. പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി 1854 ഒരു കമ്മിറ്റി ഫോം ചെയ്തു. മക്കാളെ കമ്മിറ്റി എന്നാണ് അതിന്റെ പേര്. എന്താണ്? കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, സിവിൽ സർവീസ് പരീക്ഷകൾക്കായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് മെക്കാളെ കമ്മിറ്റി. അതിനുശേഷം സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ലോക്കൽ റെപ്രസെന്റേഷൻ അലൗ ചെയ്തു. ലോക്കൽ റെപ്രസെന്റേഷൻ പ്രകാരം ഒരു 4 മെമ്പേഴ്സ് ബംഗാൾ, മദ്രാസ്, ആഗ്ര റീജിയനിൽ നിന്നൊക്കെ ആയിട്ട് 4 ലോക്കൽ റെപ്രസെന്റേഷൻ എവിടേക്ക് വരുന്നു? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വരുന്നു. ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853 പറയുന്നത്. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1853. അപ്പൊ ഇത്രയായപ്പോ 1853 വരെ ആയപ്പോഴത്തേക്കും എന്താണ്, പിന്നാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ക്രൗൺ നേരിട്ട് ഇവിടെ ഭരണം ഏറ്റെടുക്കുന്നത്. ഇത്രയാണ് കമ്പനി റൂൾസ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്ന എല്ലാം ക്രൗൺ റൂൾസ് എന്നാണ് പറയുക. അപ്പൊ നമ്മൾ പഠിച്ചത് 1773 റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പഠിച്ചു. അപ്പൊ അതിനകത്ത് എന്താ പഠിച്ചത്? ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറി അല്ലെ. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറി. വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആദ്യമായിട്ട് എന്താവുന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നത് കേട്ടോ. വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതിനുശേഷം എന്താണ് 1774 ഇത് പ്രകാരം സുപ്രീം കോർട്ട് വരുന്നുണ്ട്. സുപ്രീം കോർട്ട് വന്നു. സുപ്രീം കോർട്ട് എവിടെയാ വന്നതെന്ന് വെച്ചാൽ കൽക്കട്ടയിലാണ് വരുന്നത്. 4 ജഡ്ജസ്, ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജസും. ചീഫ് ജസ്റ്റിസിന്റെ പേര് സർ എലിജ ഇംബെ ആണ്. ഓക്കെ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു ഗവേണിംഗ് ബോഡി വരുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പിന്നെ അമെൻഡിംഗ് ആക്ട് ഓഫ് 1781. അവിടെയാണ് സുപ്രീം കോടതിയിലെ അധികാരങ്ങളൊക്കെ വെട്ടിച്ചുരുക്കിയത്. എന്താണ് പിന്നെ അതുപോലെ അപ്പീലുകൾ, ലോക്കൽ എവിടുന്ന പ്രൊവിൻസിൽ നിന്നൊക്കെ വരുന്ന അപ്പീലുകൾ ഡയറക്ട്ലി എവിടേക്ക് പോകണം? ഗവർണർ ജനറലിന്റെ അടുത്തേക്ക് പോകണം, സുപ്രീം കോടതിയിലേക്കല്ല പോകേണ്ടതെന്നൊക്കെ 1781 ആക്ടിൽ വന്നു. പിന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. എന്നാണ് വന്നത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം പിറ്റ്സ് ആണ് ഈ പറയുന്ന ആക്ടിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്താണ് സിസ്റ്റം ഓഫ് ഡ്യുവൽ ഗവൺമെന്റ് വരുന്നതും കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസിന് ഒരു ഡിസ്റ്റിങ്ഷൻ വരുത്തി അതിനകത്ത് ബോർഡ് ഓഫ് കൺട്രോൾ എന്നും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നതും ഓർമ്മയുണ്ടോ? ആക്ട് ഓഫ് 1786 നമ്മുടെ കോൺവാലിസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവർ സാധിച്ചു കൊടുക്കുന്നത്. അതായത് ഈ കൗൺസിലിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുത്തു. കമാൻഡർ ഇൻ ചീഫ് എന്നുള്ള രീതിയിലാണ് ആര് പിന്നീട് വർക്ക് ചെയ്തത്?
നമ്മുടെ ഗവർണർ ജനറൽ വർക്ക് ചെയ്തത്. പിന്നെ ഫസ്റ്റ് ചാർട്ടർ ആക്ടിലാണ് 20 വർഷത്തിൽ കൂടെ അവർക്ക് ട്രേഡ് മോണോപ്പൊളി കൊടുത്തു. ബോർഡ് ഓഫ് കൺട്രോള് ഇല്ലാത്തുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ അവരുടെ സെർവൻസിനും ഒക്കെ പേ ചെയ്യണമെങ്കിൽ അത് ഇന്ത്യൻ റവന്യൂന്ന് എടുത്തോണമെന്ന് പറഞ്ഞു അല്ലെ 1793. പിന്നെ 1813 ഈ പറയുന്ന മോണോപ്പൊളി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപ്പൊളി എടുത്തു കളഞ്ഞു ഇവിടെ ട്രേഡ് ചെയ്യാനായിട്ടുള്ള. വേറെ ഏത് കമ്പനികൾക്കും വേണമെങ്കിൽ ഇവിടെ ഒന്ന് ട്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നു. പിന്നെ അതിനകത്ത് ഒന്ന് രണ്ട് സാധനങ്ങളുടെ മാത്രം ട്രേഡ് മോണോപ്പൊളി ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേയില പോലത്തെ കുറച്ച് സാധനങ്ങൾക്ക് മാത്രം ട്രേഡ് മോണോപ്പൊളി ഇവർക്ക് അവൈലബിൾ ആയിരുന്നു 1813 ആക്ട് പ്രകാരം. അതിനുശേഷം എന്താണ് പിന്നീടാണ് 1833 ഫുള്ളി എന്താണ് ഇവർക്ക് ഉള്ള അധികാരങ്ങൾ മിക്കവാറും എല്ലാം നഷ്ടപ്പെടുന്നത്. പിന്നെ 1813 ട്രേഡ് മോണോപ്പൊളി അബോളിഷ് ചെയ്യുന്നത്. 1833 ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി അല്ലെ. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. അങ്ങനെ ലോർഡ് വില്യം ബെന്റിക്ക് ആദ്യത്തെ എന്താണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഒക്കെ ആയിട്ട് മാറുന്ന കാര്യമൊക്കെ പഠിച്ചു. പിന്നെന്താണ് പിന്നെ പഠിച്ച 1853 ചാർട്ടർ ആക്ട് ആണ് പഠിച്ചത്. 3 ചാർട്ടർ ആക്ട് 1793, 13 അല്ല 4 93, 13, 33 അതുപോലെ 53 4 കയ്യിൽ വേണേ. അതുപോലെ മക്കാളെ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിക്കുക ഈ പ്രാവശ്യം. ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. അപ്പോ ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് കമ്പനി റൂൾസിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ആക്ടുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം എന്താണ് ക്രൗൺ റൂൾസിനെ പറ്റി പഠിക്കാം. അപ്പോ പഠിപ്പിക്കുന്നതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ എവിടെ നിന്നൊക്കെ കിട്ടുന്നതാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.